ഭയങ്കര യൂണിവേഴ്സിറ്റി എക്സ്പോഷറും ക്ലിനിക്കലും പ്രതീക്ഷ നാട്ടിലെ കമ്പയർ ചെയ്തിട്ട് പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ്. അവിടുത്തെ നിങ്ങൾക്ക് ഈ പേഷ്യൻ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് വലിയ സ്കോറൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. MBBS അബ്രോഡൊക്കെ നോക്കുന്നവർക്ക് ഉള്ള വീഡിയോ ആണ്. ഉസ്ബെക്കും കസാക്കിസ്ഥാനിലൊക്കെ MBBS അബ്രോഡ് പോയി പഠിക്കുന്നതിൻ്റെ അഭിപ്രായം എന്താ എന്ന് പലരും ചോദിച്ചിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റിയൊക്കെ വിസിറ്റ് ചെയ്തതല്ലേ, അവിടെ പോയിട്ട് പഠിക്കുന്നതിൻ്റെ അഭിപ്രായം എന്താ? അഭിപ്രായം കുഴപ്പമൊന്നുമില്ല. ഉസ്ബെക്കിസ്ഥാനിലെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോഴാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ടുണ്ടായ അനുഭവങ്ങൾ വേണമെങ്കിൽ പറയാം. ലാംഗ്വേജ്, ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജ് ഭയങ്കര വിഷയം. അവിടുത്തെ ഫാക്കൽറ്റിനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും പലർക്കും ലാംഗ്വേജ് പ്രോപ്പർ ഇല്ല, ഇംഗ്ലീഷ് ഇല്ല. പക്ഷേ അവിടെ IELTS ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കണ്ടതിലൊന്നും ആർക്കും ലാംഗ്വേജ് പ്രശ്നമാണ്. മെയിൻ ഫാക്കൽറ്റീസ് അല്ല, അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകൾ, നമ്മളൊരു ലോ ബഡ്ജറ്റ് സ്റ്റഡീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിനേക്കാൾ കുറഞ്ഞ ബഡ്ജറ്റിൽ പഠിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇന്ത്യയിലെ എയിംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ പഠിക്കാൻ പറ്റും. അതല്ല നമ്മൾ കമ്പയർ ചെയ്യണത്. അതൊന്നും ഓപ്ഷൻസ് ഇല്ലാത്തവർക്ക്, സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്നവർക്ക് ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ കസാക്കിസ്ഥാനൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജ് വലിയൊരു വിഷയമാണ്. പക്ഷെ നാട്ടിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതല്ലെങ്കിൽ USA UK എന്ന് വെച്ച് യൂറോപ്പാണെങ്കിലും പോലും കമ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയൊക്കെ തന്നെ ഫെസിലിറ്റീസ് ഉള്ളൂ അവിടെ ആ രാജ്യം. അവിടെ പലർക്കും ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന ഓപ്ഷൻ, അവിടുത്തെ ലോക്കൽസിനൊക്കെ പഠിക്കാവുന്ന ഓപ്ഷനൊക്കെ അവിടെ സത്യത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്തിലൊക്കെ ഉള്ള പല ഏജൻറ്റുമാർ അത് യൂണിവേഴ്സിറ്റി എടുത്ത് ചെയ്യുന്നുണ്ട്. അവർ ഫണ്ട് ചെയ്തിട്ടൊക്കെയാണ് പലർക്കും ഫീസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവരെ ത്രൂ ഒക്കെയാണ് പേയ്മെൻ്റ് ഒക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് അവിടെ. പിന്നെ ഭക്ഷണ രീതി, അത് നിങ്ങൾക്ക് പറ്റുമോ എനിക്കറിയില്ല. അവിടെ ഓഷു എന്ന് പറഞ്ഞൊരു ഫുഡുണ്ട്, അവിടുത്തെ ട്രഡീഷണൽ ഫുഡ്. അത് ചിലവർക്ക് ഓക്കെ ആവുമായിരിക്കും, എനിക്കൊന്നും പേഴ്സണലി ഓക്കെ ആയില്ല. പിന്നെ അവിടുത്തെ മലയാളി പിള്ളേർക്ക് കേരള മെസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അബ്രോഡ് പോകുന്ന എല്ലായിടത്തും, ഈവൻ യൂറോപ്പ് എവിടെയാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ എന്തായാലും കോംപ്രമൈസ് ചെയ്യണം. നാട്ടിലെ ഫുഡൊക്കെ മറന്നേക്ക് ഉള്ളൂ. പിന്നെ നമ്മൾ സെൽഫ് കുക്ക് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ അതിന് പറ്റിയ റൈസൊന്നും കിട്ടണമെന്നില്ല. കൂടുതലും മീറ്റാണ്, ബീഫൊക്കെയാണ് അവിടെ കൂടുതൽ. ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് തിന്നാൻ വിചാരിച്ചാൽ പോലും 1-2 ദിവസമൊക്കെ നമ്മൾ തിന്നും. പക്ഷേ കൂടുതലും ബീഫ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചും ബർഗറുകളൊക്കെയാണ്. ചിക്കൻ ബർഗർ കിട്ടുന്ന കട തപ്പിയിട്ട് നമ്മളത് സ്കെച്ച് ചെയ്ത് നോക്കുന്നു. ഒരു സ്ഥിരമായിട്ട് അവിടെ പോയി തന്നെ കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിചാരിച്ച സാൻഡ്വിച്ച് പോലും നമുക്ക് ഇഷ്ടപ്പെട്ട സാൻഡ്വിച്ച് പോലും ഉണ്ടാവണമെന്നില്ല. മീറ്റ് അവിടെ കൂടുതലും ബീഫൊക്കെയാണ്. പിന്നെ ക്ലൈമറ്റുകൾ എന്ന് പറഞ്ഞാൽ സമ്മർ, വിൻ്റർ, അത്യാവശ്യം സ്നോഫോളിംഗ് ഉള്ള കൺട്രിയാണ്. പക്ഷേ സമ്മർ സമയത്ത് ഞാൻ പോയത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വിൻ്റർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ആ ഒരു ക്ലൈമറ്റിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. സമ്മർ കുഴപ്പമുണ്ടായില്ല. പിന്നെ വലിയൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് പോലെ റേഷ്യസം അങ്ങനെയൊന്നും ഇല്ല അവിടെ. അത്യാവശ്യം നമ്മൾ ഇന്ത്യൻസിനോടൊക്കെ നല്ല അപ്രോച്ചാണ്. കസാക്കിൽ അത്ര ഉണ്ടായില്ല, പക്ഷേ ഉസ്ബെക്കിൽ അത്യാവശ്യം നല്ല അപ്രോച്ചാണ്. നല്ല സ്നേഹമാണല്ലോ, അവരെന്തുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ത്യനെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സമയം നമ്മളടുത്ത് സ്പെൻഡ് ചെയ്യും, നമ്മളടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയും. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ പോയപ്പോൾ പറഞ്ഞാൽ ഹിയർ ലോട്ട് ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസ് സ്റ്റഡിങ് ഹിയർ. അവർ ഇംഗ്ലീഷൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, തട്ടിയും തടഞ്ഞിട്ടൊക്കെയാണ് പറയുക. അപ്പോൾ നമ്മൾ വലിയ ഇംഗ്ലീഷ് അറിയുന്നവരല്ല, എന്നാലും അവരെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ നമുക്ക് തോന്നും. പിന്നെ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളടുത്ത് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. എവിടെ വെച്ചാൽ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. നമ്മളടുത്തൊക്കെ അപ്പോൾ നമ്മളടുത്തൊക്കെ വന്നാൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോകും ചിലവർ. എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പലരും ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ആർക്കും വലിയ വില ഒന്നുമില്ല, നമുക്ക് ഒരു നാട്ടിലൊന്നും പ്രത്യേകിച്ച് വിലയില്ല, നമ്മൾ ആരും അറ്റൻഷൻ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വേറെ ഒരു ഫീൽ തന്നെ ആയിരിക്കും. അപ്പോൾ അക്കാഡമിക്കലി എനിക്ക് വരുമ്പോൾ ഉസ്ബെക്കിസ്ഥാനെ കുറേ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും കുറേ പ്ലസ്, പിന്നെ പോസിറ്റീവ് സൈഡുകളും ഉണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അത് നല്ല എത്രയൊക്കെ ആണെങ്കിലും പോയതിൽ ഒരു ടൂറിസം എന്നുള്ള നിലയിലൊക്കെ ആ കൺട്രി അടിപൊളിയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പാരൻസൊക്കെ ആയിട്ട് വന്നിട്ട് സ്റ്റേ ഒക്കെ അടിച്ച്, ലോ ബഡ്ജറ്റ് സ്റ്റേ ആണ്, ലോ ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊരു $2000-1200 ഞാൻ നല്ല അപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടുണ്ട്. നല്ല ഹോംലി വൈബൊക്കെ ഉള്ള നല്ല കിടിലൻ അപ്പാർട്ട്മെൻറ്റ്. ഞാനാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുക. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ഇവിടെ വീഡിയോയിൽ കാണുന്നത് ഒരു ഹോം സ്റ്റേ പോലെ ആയിരുന്നു, പക്ഷേ നല്ലൊരു ഹോട്ടൽ വൈബ് ആയിരുന്നു, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ഈ കാണുന്ന ലേഡിയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മളവിടെ പോയി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ വന്നിട്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര മാക്സിമം പ്രൊവൈഡിങ് ആയിരുന്നു. പക്ഷേ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ $1200 നാട്ടിലൊരു അവർ മാക്സിമം മേടിച്ചതൊരു $9-10 മേടിച്ചിട്ടുള്ളൂ. $1200-1200 അതിൽ ഹോസ്പിറ്റാലിറ്റി $15000 ഉണ്ടായിരുന്നു. അത് മറക്കാൻ പറ്റാത്ത ഒരു ട്രീറ്റ് ആയിരുന്നു അവരുടെ. അപ്പോൾ ടൂറിസം സൈഡിൽ അടിപൊളിയാണ്, ലോ ബഡ്ജറ്റ് സ്റ്റേ ആണ്, ആൾക്കാരൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. ആ ഒരു ലൈനിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നിൽക്കാനൊക്കെ പറ്റുന്ന പാകിസ്ഥാൻ. കൊല്ലത്തിലൊരിക്കലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാം. ബഡ്ജറ്റ് കുറവാണ്, ഫ്ലൈയിങ് എക്സ്പെൻസ് ആണ് മെയിനായിട്ട്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് വിസക്കൊക്കെ നിങ്ങൾക്ക് $1500 ചിലവ് വരുള്ളൂ. ഇപ്പോൾ ഏജൻസിയൊക്കെ ത്രൂ കൊടുക്കുകയാണെങ്കിൽ ഒരു 3000 ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോവാം. പിന്നെ ഫ്ലൈയിങ് എക്സ്പെൻസ് മാത്രമാണ് നോക്കണ്ടുള്ളൂ. അപ്പോൾ GCC എന്നൊക്കെ വരുന്നവർക്ക് ഒറ്റ ഫ്ലൈറ്റ് കയറിയാൽ മതി. UAE അബുദാബി ഞാനൊക്കെ കയറിയത് ഷാർജ എയർപോർട്ടിൽ നിന്നായിരുന്നു. ഷാർജ എയർപോർട്ടിൽ നമുക്കൊരു $8000 ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. ഇതിനിടയ്ക്ക് ഫ്ലൈറ്റൊക്കെ മിസ്സാവുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു എനിക്ക്. അത് നമ്മൾ ലോഞ്ചിലിരുന്ന് ഉറങ്ങിപ്പോയി.
പിന്നെ പക്ഷെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 2 ഫ്ലൈറ്റ് എടുക്കേണ്ടി വരും. നമ്മൾ ഡൽഹിയിൽ നിന്ന് വരാവുന്ന ഓപ്ഷൻ ഉണ്ട്, UAE GCC ത്രൂ വരാൻ ഓപ്ഷൻ ഉണ്ട്. ഖത്തർ അല്ലെങ്കിൽ ഷാർജ, UAE ആണെങ്കിൽ ഷാർജ, അബുദാബി, ദുബായ് വഴിയൊക്കെ വരാൻ പറ്റും. ഫ്ലൈറ്റ് എക്സ്പെൻസ് കുറവ്. ഇപ്പോൾ GCCയിലുള്ള ഫാമിലീസ് അവിടെ നിന്ന് വരുന്ന പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്നത് കുറച്ചുകൂടെ ഈസിയാണ്, അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ട്രാവലിംഗ് ആണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴായാലും കുഴപ്പമില്ല. അഡ്മിഷൻ്റെ സമയത്തൊക്കെ വരുമ്പോഴായാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഗ്യാദർ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എപ്പോഴും വരാൻ പറ്റുന്ന ഒരു ആക്സസും പെട്ടെന്ന് വിസ കിട്ടുന്നതും എക്സ്പെൻസ് ഒക്കെ കുറവായിട്ടുള്ള കൺട്രി തന്നെയാണ്. അത് യൂറോപ്പിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൾഗേറിയയിൽ പല പിള്ളേർ പഠിക്കുന്നുണ്ട്. ബൾഗേറിയയിലെ എക്സ്പെൻസ് ഹെവിയാണ്, ഇതിന് നേരെ 2 മടങ്ങ് വരും. അപ്പോൾ അത് നോക്കുമ്പോൾ കുറവാണ്. ഇങ്ങനത്തെ കുറേ പോസിറ്റീവ് സൈഡുകളുണ്ട്. ഉസ്ബെക്കിലും കസാക്കിലാണെങ്കിലും പോസിറ്റീവ് സൈഡ് ഉണ്ട്. രണ്ടും നല്ല ടൂറിസ്റ്റ് കൺട്രിയാണ്. ആ ബേസിൽ നോക്കുകയാണെങ്കിൽ അത് അടിപൊളിയാണ്. പക്ഷെ അതല്ല നമ്മളുടെ മെയിൻ ഫോക്കസ് നമ്മളെ സ്റ്റഡീസാണ്. അപ്പോൾ അക്കാഡമിക്സിൻ്റെ കുറിച്ച് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതിൽ കുറച്ച് യൂണിവേഴ്സിറ്റീസൊക്കെ പോയിരുന്നു. ഈ താഷ്കന്റ് മെഡിക്കൽ അക്കാദമി, 6 യൂണിവേഴ്സിറ്റി, സമർക്കന്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിരുന്നു. എല്ലാം 3 സിറ്റിയിലാണ്. 3 മണിക്കൂർ യാത്ര ഈച്ച് ആൻഡ് എവറി സിറ്റീസിലേക്ക് ഉണ്ടായിരുന്നു. ട്രെയിൻ കയറി പോകാം. പക്ഷേ ട്രെയിൻ ട്രാവലൊക്കെ ഭയങ്കര അടിപൊളി അനുഭവമായിരുന്നു. നല്ല രസമായിരുന്നു ആ ട്രെയിൻ ട്രാവലിംഗ് ഒക്കെ. നമ്മുടെ നാട്ടിലെ പോലത്തെ ട്രെയിനായിട്ട് കണക്ക് കൂട്ടണ്ട. ബംഗാളിൽ അടിച്ച് കയറുന്ന സീനൊന്നും അവിടെ ഇല്ല. നല്ല അടിപൊളി ട്രാവലിംഗ് ആയിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ MBBS കസാക്കിസ്ഥാനിലൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്.